നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. മലയാള ഭാഷയുടെ സാംസ്കാരിക കേരളത്തിൻ്റെ, രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒക്കെ ഹൃദയത്തിൽ കൊത്തിവെച്ച, ആഴത്തിൽ കൊത്തിവെച്ച ഒരു പേരാണത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയും അതിൻ്റെ രചയിതാവായ തോപ്പിൽ ഭാസി അത് മലയാള നാടക പ്രസ്ഥാനത്തിനും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഉണ്ടാക്കിയ വലിയൊരു മുന്നേറ്റം. അത് കലാകാലങ്ങളായി, വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നും ആ നാടകം നിറഞ്ഞ സദസ്സുകളിൽ KPSC അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 1970 സെപ്റ്റംബർ 11 ഈ നാടകം ചലച്ചിത്ര രൂപത്തിൽ കേരളത്തിലെ തിയേറ്ററുകളിലെത്തി. ആ നാടകം എഴുതിയ തോപ്പിൽ ഭാസി തന്നെയാണ് ആ സിനിമാ രൂപത്തിൽ സംവിധാനം ചെയ്തതും. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമായിരുന്നു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. നാടകത്തിൽ കാമ്പശ്ശേരി കരുണാകരനും ഓമാധവനും തോപ്പി കൃഷ്ണപിള്ളയും സുലോചനയും സുധർമ്മയും KS ജോർജും ഒക്കെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ സിനിമയിൽ സത്യനും പ്രേം നസീറും KP ഉമ്മറും ഷീലയും ജയഭാരതിയും തോപ്പിൽ കൃഷ്ണപിള്ളയും വിജയകുമാരിയും ഒക്കെ അവതരിപ്പിച്ചു. കോട്ടയം ചെല്ലപ്പൻ, ആലുംമൂടൻ, അങ്ങനെയുള്ള പ്രഗത്ഭ അഭിനേതാക്കളാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. നാടകത്തിൽ ONV-യും ദേവരാജനും ചേർന്ന് അവതരിപ്പിച്ച മനോഹരമായ ഗാനങ്ങൾ, സുലോചനയും ജോർജും പാടിയ മനോഹരമായ ഗാനങ്ങൾക്ക് പകരം സിനിമയിൽ വയലാറും ദേവരാജനും കൂടി ഒരുക്കിയ യേശുദാസും P. സുശീലയും NG രാധാകൃഷ്ണനും ഒക്കെ മാധുരിയും എല്ലാം ചേർന്ന് പാടിയ പാട്ടുകൾ മലയാള സിനിമയുടെ ഇപ്പോഴും നമ്മൾ പാടി നടക്കുന്ന പാട്ടുകളായി ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കുടിയിരിക്കുന്ന പാട്ടുകളാണ്. ആ സിനിമയ്ക്ക് ഒരു വലിയ പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആ സിനിമ ഒരു രാഷ്ട്രീയ സിനിമകളുടെയൊക്കെ ചരിത്രത്തിൽ ഒരു പാർട്ടിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള പേരിൽ തന്നെ കുടിയിരിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ 1970 കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നിർണായകമായ ഒരു രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ നിർണായകമായൊരു സമയത്ത് ആ സിനിമ വേറൊരു തരത്തിൽ അത് വലിയൊരു ഒരു സഹായകരമായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് എൻ്റെ അവസാനത്തെ ഒരു സംഘഗാനമുണ്ട്, ഐക്യമുന്നണി. അന്ന് കേരളത്തിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിയമസഭയിലേക്ക് ഐക്യമുന്നണിയായിട്ടാണ് CPIയുടെ നേതൃത്വത്തിലുള്ള മുന്നണി മത്സരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗാനം അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊരു കൊച്ചുകുട്ടിയായി ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ട ആളാണ്. അപ്പോൾ അന്ന് ഐക്യമുന്നണി എന്നുള്ള ഗാനം അന്ന് കേരളത്തിൽ മുഴുവൻ കേരളം ഏറ്റെടുത്ത ഒരു പാട്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ആലപ്പുഴയുടെ മണ്ണിൽ വെച്ച് CPI സംസ്ഥാന സമ്മേളനത്തിൻ്റെ വേദിയാണ് എൻ്റെ പുറകിൽ കാണുന്നത്. അവിടെയാണ്, അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ആലപ്പുഴയുടെ മണ്ണിലാണ് സിനിമ പിറവി കൊണ്ടത്. ആലപ്പുഴയിലെ അന്നത്തെ ഏറ്റവും പ്രശസ്തമായ ഉദയ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഉദയയുടെ കുഞ്ചാക്കോ നിർമ്മിച്ച ചിത്രമായിരുന്നത്. ഉദയ സ്റ്റുഡിയോയിലാണ് സമ്പൂർണ്ണമായി ചിത്രീകരിക്കപ്പെട്ടത്. കുറച്ച് ഭാഗങ്ങൾ അതിൻ്റെ ഈ ആലപ്പുഴയുടെ ചില പുറംഭാഗങ്ങളിൽ അതിൻ്റെ ഔട്ട്ഡോർ ചിത്രീകരണം നടന്നു. അങ്ങനെ ഈ സിനിമയ്ക്ക് ഈ മണ്ണുമായിട്ട് തന്നെ ഒരു ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ തോപ്പിൽ ഭാസിയുടെയും മലയാള സിനിമയുടെയും ഒക്കെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് എന്ന് പറയാവുന്ന ഒരു സിനിമയുടെ പിറവി ദിനത്തിൻ്റെ അത് തിയേറ്ററുകളിൽ പ്രേക്ഷകരുടെ മുമ്പാകെ എത്തിയ ഒരു ദിവസമാണ് എന്നുള്ള ആ ഒരു പ്രാധാന്യത്തോടെ ആ സിനിമയെക്കുറിച്ച് പറയാൻ എനിക്ക് കിട്ടിയ അവസരം തീർച്ചയായിട്ടും അത് ഒരു പുതിയ തലമുറ ഈ സിനിമ ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ലഭ്യമായ ഈ സിനിമ കാണാൻ അത് അന്നൊരു രാഷ്ട്രീയ ചരിത്രം മനസ്സിലാക്കാൻ ആ സിനിമ ഉപകരിക്കും എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.